പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഉള്ളൊരു പാഠമാണിത്. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന ഒരു പാഠത്തിൻ്റെ മലയാളമാണ് പറയാൻ പോകുന്നത്. വേങ്ങേരി മാതായ് എന്ന കെനിയക്കാരിയാണ് ഇതെഴുതിയത്. വേങ്ങേരി മാതായ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകയാണ്. ഇവർ കെനിയക്കാരിയാണ്. 2004 ഇവർക്ക് നോബൽ സമ്മാനം കിട്ടി. കെനിയയിലെ സ്ത്രീകളെ രാജ്യം മുഴുവൻ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ അവർ പ്രോത്സാഹിപ്പിച്ചു. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 15 ദശലക്ഷം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. നോബൽ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് അവർ നടത്തിയ പ്രസംഗമാണ് ഈ പാഠം. സ്ത്രീകളെ ജീവിതത്തിൻ്റെ മുൻനിരയിലേക്ക് വരാൻ ആദ്യമായി അവർ ആവശ്യപ്പെടുന്നു. കെനിയയിലെ ഗ്രാമീണ ജീവിതമാണ് തനിക്ക് പ്രചോദനം നൽകിയതെന്ന് അവർ പറയുന്നു. 1977 അവർ തുടങ്ങിവെച്ച പ്രസ്ഥാനമാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. ഗ്രാമീണ സ്ത്രീകളുടെ ശുദ്ധജലം ലഭിക്കാത്ത അവസ്ഥ, കത്തിക്കാൻ വിറകില്ലാത്ത അവസ്ഥ, പോഷകാഹാരക്കുറവ്, താമസിക്കാൻ ഇടമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ അവരെ വല്ലാതെ വേദനിപ്പിച്ചു. പരിസര നശീകരണത്തിനെതിരെ ആദ്യമായി ബോധവൽക്കരണം സ്ത്രീകൾക്കാണ് വേണ്ടതെന്ന് അവർ പറഞ്ഞു. ഇതിന് കാരണം കുടുംബത്തെ നോക്കുന്നതും ഭൂമിയിൽ പണി ചെയ്യുന്നതും സ്ത്രീകളാണെന്ന് അവർ പറയുന്നു. വീടിന് ആവശ്യമായ ഭക്ഷ്യവിളകൾക്ക് പകരം ഇന്ന് വാണിജ്യ വസ്തുക്കൾ സ്ഥലം കയ്യേറി എന്നവർ ദുഃഖിക്കുന്നു. പരിസ്ഥിതി തകരാറിലാവുമ്പോൾ ജീവിതത്തിൻ്റെ മൂല്യം നഷ്ടമാവുന്നു എന്നവർ പറയുന്നു. ഇവിടെയാണ് മരങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടെന്ന ആവശ്യം വരുന്നത്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 30 ദശലക്ഷം മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. ഇതിൻ്റെ ഫലമായി ഭക്ഷ്യക്ഷാമവും ഇന്ധനക്ഷാമവും ഇരിപ്പിട ദൗർലഭ്യവും പരിഹരിക്കപ്പെട്ടു. ആവാസ വ്യവസ്ഥയുടെ നാശവും അവർ ചൂണ്ടിക്കാണിച്ചു. ഇതിന് കാരണം വനനശീകരണവും അതിൻ്റെ ഫലമായുണ്ടായ കാലാവസ്ഥാ മാറ്റവുമാണ്. ഇത് ദാരിദ്ര്യത്തിലേക്കും ലഹളയിലേക്കും വഴി തുറന്നു എന്നവർ കണ്ടെത്തുന്നു. മരം ഒരു പ്രതീകമായി മാറി. കെനിയയിലെ ജനാധിപത്യ പോരാട്ടത്തിന് പ്രതീകമായിരുന്നു മരം. സമാധാനത്തിൻ്റെയും സംഘർഷ പരിഹാരത്തിൻ്റെയും പ്രതീകമായി മരം മാറി. അടിപിടി കൂടുന്ന രണ്ട് വിഭാഗങ്ങളുടെ ലഹളയിൽ നിന്ന്